ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. കീം 2026 ഡേറ്റുകളുമായി ബന്ധപ്പെട്ട പല വിദ്യാർത്ഥികളും സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത്, ഈ ഡേറ്റിൽ ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ടോ? മറ്റൊന്ന്, നിങ്ങളുടെ സ്ലോട്ട് എപ്പോഴൊക്കെയാണ് എല്ലാ ദിവസവും പോയി പരീക്ഷ എഴുതണം? ഇതിൽ റിപ്പീറ്റേഴ്സിന് ഇത്തരം ഒരു ഡൗട്ട് വരാൻ സാധ്യതയില്ല. കാരണം നിങ്ങൾ ഒരു തവണ ഓൾറെഡി എഴുതിയതാണ്. സാധാരണ ഇത്തരം സംശയങ്ങൾ നമുക്ക് ചോദിക്കുന്നതും വരുന്നതും +2 കഴിഞ്ഞ് നിൽക്കുന്ന സയൻസ് ഒക്കെ പഠിച്ച കീം എഴുതാൻ വേണ്ടി പോകുന്ന വിദ്യാർത്ഥികൾക്കാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ഇപ്പോഴത്തെ ഷെഡ്യൂൾ അനുസരിച്ച് ഏപ്രിൽ 13 മുതൽ 23 വരെയാണ് ആ ഒരു കീമിന്റെ ഷെഡ്യൂൾ. അപ്പോൾ പലർക്കും വരുന്ന എക്സാം 17 മുതൽ 23 വരെയാണ്. നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഇലക്ഷനാണ്, നമുക്കറിയാം. പക്ഷെ അതെല്ലാം വോട്ടെണ്ണൽ അതിന് മുമ്പ് തന്നെ ഏപ്രിൽ 9 തീയതി വരുന്നു. അതുപോലെ തന്നെ റീവാല്യൂഷൻ ക്യാമ്പുകൾ ഈ +2വിൻ്റെ അതും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നടക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യവും നമ്മുടെ കീമിൻ്റെ പരീക്ഷാ ഡേറ്റുകളെ ബാധിക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഡേറ്റ് ചേഞ്ച് ആകുമോ, നീട്ടി വയ്ക്കുമോ എന്നൊക്കെ ചോദിക്കുന്നത് തികച്ചും നമുക്ക് അതിലൊരു അർത്ഥമില്ല. പിന്നെ ഒരു കാര്യം അവർക്ക് ചൂണ്ടിക്കാട്ടാൻ പറ്റുന്നത്, ഗൾഫ് മേഖലയിലെ ഈ സംഘർഷം നടക്കുന്നത് കൊണ്ട് അവരുടെ പരീക്ഷ റദ്ദാക്കുകയും, അതായത് ഇനി പുതിയൊരു ഡേറ്റും അതിൻ്റെ ബാക്കി നടപടികളും സ്വീകരിക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് എങ്കിൽ പോലും കീം സെപ്പറേറ്റ് ആയിട്ട് നടത്തി അതിൻ്റെ പരീക്ഷാ മാർക്ക് പിന്നീട് ആഡ് ചെയ്യുക എന്നൊരു ഓപ്ഷൻ ഉള്ളത് കൊണ്ട് അത് കീം പരീക്ഷാ നടത്തിപ്പിനെ ബാധിക്കാൻ സാധ്യതയില്ല. പിന്നെ അവിടെയുള്ള സെൻറ്റേഴ്സിലെ കീം പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഒരു ഒഫീഷ്യൽ ഫൈനൽ കൺഫർമേഷൻ നമുക്ക് എന്തായാലും വരേണ്ടതുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇതിന് രണ്ടിൻ്റെയും മാർക്ക്, കീമിൻ്റെ മാർക്കും +2വിൻ്റെ മാർക്കും കൺസിഡർ ചെയ്തുകൊണ്ടാണ് റാങ്ക് ലിസ്റ്റ് ഇടുന്നത്. ഈ 17 മുതൽ 23 അല്ലെങ്കിൽ 13 മുതൽ 23 വരെ എന്ന് പറയുന്ന ഷെഡ്യൂൾ ഉണ്ട് എങ്കിലും നിങ്ങൾക്ക് കൃത്യമായിട്ട് അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എക്സാമിനേഷൻ സെൻറ്ററും നിങ്ങൾക്ക് ഏതൊക്കെ ദിവസങ്ങളിലാണ് സ്ലോട്ട് അലോട്ട് ചെയ്തിരിക്കുന്നത്, അതായത് ഫാർമസിക്ക് എഴുതേണ്ട പേപ്പറുകൾ ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ മാത്സ് ഉൾപ്പെടെ അവർക്ക് എഴുതേണ്ട പേപ്പറുകൾ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഓരോ പേപ്പറും ആ എക്സാം നടക്കുന്നത് ഏതൊക്കെ ദിവസങ്ങളിലാണ് എന്നും ടൈം സ്ലോട്ടും നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ കൃത്യമായിട്ടുണ്ടാകും. ആ എക്സാമുകൾ മാത്രം നിങ്ങൾ ആസ് പെർ ആപ്ലിക്കേഷൻ അറ്റൻഡ് ചെയ്താൽ മതിയാകും. അപ്പോൾ ടോട്ടൽ ഷെഡ്യൂളാണ് ഈ പറയുന്ന പോലെ 13 to 23, ഏപ്രിൽ 13 to 23 എന്ന് പറയുന്നത്. നിങ്ങൾ ഇതിനിടയിൽ നിങ്ങൾക്ക് അലോട്ട് ചെയ്തിട്ടുള്ള ഡേറ്റുകളിൽ ആ സബ്ജക്ട്സ് മാത്രമായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, അറ്റൻഡ് ചെയ്യേണ്ടത്. സോ ഗൈസ്, എന്തായാലും നമ്മൾ ഈ ഒരു +2 എക്സാം കഴിഞ്ഞ ഉടൻ തന്നെ PVQ റിലേറ്റഡ് വീഡിയോസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ തൽക്കാലം തരുന്നു. ആരെങ്കിലും നമ്മുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റ്സ് വഴി അറിയിക്കുന്നതായിരിക്കും.